ഞാനീ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ നേട്ടം, വലിയ സൗഭാഗ്യം ഇവരെ തേടി വരാൻ പോവുകയാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു. ഒറ്റപ്പെടലുകളും കുത്തുവാക്കുകളും കേട്ട് പൊറുതിമുട്ടിയ ഇവർക്ക് ഒരു വലിയ നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരാൻ പോവുകയാണ്. അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്രക്കാരുടെ സാമ്പത്തിക നിലയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. സാക്ഷാൽ ദേവൻ്റെ അനുഗ്രഹത്താൽ ഇവരുടെ എത്ര വലിയ ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് വന്നു ചേരും. പുണർതം നക്ഷത്ര ജാതകരെ തേടി വലിയ സാമ്പത്തിക നേട്ടങ്ങൾ എത്തും, ഉറപ്പുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കും. നിലവിലുള്ള കടങ്ങളൊക്കെ മാറി, സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മാറി ഇവർക്ക് വലിയ രീതിയിൽ വലിയ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ശുക്രൻ അനുകൂലമായി ഭവിക്കുന്നത് പോലെ ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സമയമാണിത്. സ്വപ്നം കണ്ട പല കാര്യങ്ങളും നേടിയെടുക്കാൻ ഈ ഒരു ജൂൺ മാസം പുണർതം നക്ഷത്ര ജാതകർക്ക് കഴിയും. ഉറപ്പായും ഇവർ രക്ഷപ്പെടും. സാമ്പത്തികമായി വലിയ ഉന്നതിയും നേട്ടവും ഒക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്, സമൃദ്ധിയുടെ സമയമാണ്. ഒരുപാട് മാനസിക പ്രതിസന്ധികൾ, സങ്കടങ്ങൾ, ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്നവരാണ് ചിത്തിര നക്ഷത്ര ജാതകർ. എന്നാൽ ചിത്തിര നക്ഷത്ര ജാതകർക്ക് ഇനി എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം എന്ന വണ്ണം ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു. അവർ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് നടന്നു കിട്ടുന്നു. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും. എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരും. ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നാളുകാർക്കും ഇനി സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ്. സന്തോഷ വാർത്തകൾ തേടിയെത്തുന്നു. ഈ ഒരു ജൂൺ മാസം കഴിയുന്നതോടെ മകം നക്ഷത്രക്കാരെ തേടി വലിയൊരു സന്തോഷ വാർത്ത എത്തും. അത് അവരുടെ കുടുംബജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ മകം നക്ഷത്രക്കാർ ഈ ജൂൺ മാസത്തിൽ പ്രത്യേകിച്ച് ദേവീ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ്. പ്രതിസന്ധികളൊക്കെ മാറുന്നു. ഭഗവതിയെ പ്രാർത്ഥിക്കുക. ധാരാളം ധനം വന്നു ചേരാനും, നിങ്ങളൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ നേട്ടം വന്നു ചേരാനും, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും നിങ്ങൾക്ക് കഴിയും. ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. എല്ലാ ആഗ്രഹങ്ങളും എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയും. ഒരു ദൈവീക കൃപ നിങ്ങളിൽ ചൊരിയും. നിങ്ങളുടെ ആപത്തുകളൊക്കെ ഒഴിയും. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കാൻ കഴിയും. മകത്തിനും ഭാഗ്യം ഉയരുന്നു. കാർത്തികയ്ക്കും ഭാഗ്യമാണ്. അതുപോലെ ചിത്തിര നക്ഷത്ര ജാതകർ അമ്മ ഭഗവതിയെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും, എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും. ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ ഒരു ജൂൺ കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും, നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ കഴിയുന്ന സമയമാണ്. അങ്ങനെ വലിയ നിലയിലെത്താൻ നിങ്ങൾക്ക് കഴിയും എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ചില ഗ്രഹസ്ഥിതികൾ അനുകൂലം തന്നെയാണ്. അപ്പോൾ മുന്നോട്ട് പോവുക. നയിക്കാൻ അമ്മ ഭഗവതി കൂടെ ഉണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.